നമസ്കാരം. നമസ്കാരം. ഞാനൊരു യാത്ര പോകാൻ പോകും. യാത്ര പോകുന്നതിൻ്റെ അന്നൊരു ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാകുമ്പോഴേ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരെന്തൊക്കെ എളുപ്പത്തിൽ ചെയ്യുമെന്ന് നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ എളുപ്പത്തിൽ പറ്റും, എളുപ്പം സാധിക്കാൻ പറ്റുന്നു. നിങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ പെട്ടെന്ന് വരില്ലേ, നമുക്ക് എങ്ങനെ പറ്റും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കത് എന്തുമാത്രം എളുപ്പത്തിലാണ്. ആദ്യമായി ഞാൻ എൻ്റെ പറയാനല്ല, എൻ്റെ പുരികം ത്രെഡ് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സ് ധരിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഡ്രസ്സൊക്കെ ധരിച്ചു. ഞാനാരും പറയട്ടെ, എനിക്കങ്ങനെ അധികം ഡ്രസ്സൊന്നുമില്ല, കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം, ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ ഡ്രസ്സ് കുറച്ച് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതങ്ങ് ഇതായി പോവും. എന്താണ് ഇതും എനിക്ക് നന്നായിട്ട് ഇതും. പിന്നെ ഇതെങ്കിൽ ബർത്ത്ഡേക്ക് ചേച്ചി വാങ്ങിച്ച് തന്നതാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്കൊരു 3 ഡ്രസ്സേ ഉള്ളൂ. സത്യമാണ് പറയുന്നത്. വാങ്ങിക്കുന്ന ഡ്രസ്സ് പിന്നെ ചെറുതായി പോവും. കുറച്ച് വലുതൊന്നും കിട്ടത്തില്ല. കുറച്ച് വലുത് കിട്ടണമെങ്കിൽ നമ്മളുണ്ടല്ലോ നല്ല പൈസ കൊടുക്കണം. എൻ്റെ ഡ്രസ്സൊക്കെ കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന യാത്രാ വീഡിയോ വേറെയാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് മാത്രം കാണിക്കാം. പുരികൊക്കെ ത്രെഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. സന്ധ്യത്തേക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ മെൻ്റലിയും വലിയ ഓരോരോ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഉണ്ടല്ലോ നമുക്കെല്ലാം വരണമെന്നില്ല. ഈ ബ്രൗൺ കളറ് എന്താണ് ഐബ്രോയാണ് ഞാൻ തിരക്കി കിടക്കുന്നത്. ഞാൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് വാങ്ങിക്കുമ്പോഴും ഈ കറുപ്പേ കിട്ടും. അപ്പോൾ നമുക്ക് ഈ കരി വരച്ച ഫീലാണ് അവിടെ നിന്നും എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ, കരി വരച്ച ഫീല് കിട്ടിക്കോട്ടെ, അരിപ്പന്താ എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരാൾക്ക് കാണുമ്പോൾ അവർക്കത് എന്താണ് ക്യാമറ വെച്ചത് ശരിയായില്ല തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കറക്റ്റായോ? നല്ല കറുപ്പാണല്ലേ. ഇനി നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ക്രീം തീർന്നു പോയി. വീട്ടിലിരിക്കുമ്പോഴൊന്നും ക്രീമും അങ്ങനെ ഒന്നും ഇടാറില്ല. ക്രീമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇട്ടുകൂടാ. ഇപ്പോൾ വേറെ ക്രീമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒലയാണ് ഇവിടെ ഇരിക്കുന്നത്. പൗഡർ പോവാതിരിക്കാനായിട്ട് ഞാനൊരു ഒലയെടുത്ത് ഇങ്ങനെ ഇടുവന്നേ ഉള്ളൂ. എനിക്ക് ഇല്ലാഞ്ഞിട്ടാട്ടോ. ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൽ പൗഡർ ഇട്ടിട്ട് തേക്കും. നമ്മൾ ക്രീമിൽ പൗഡർ ഇട്ടിട്ട് തേച്ചാൽ ഇരിക്കും, കിടക്കും, കുറേ നേരം കൂടെ കിടക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ പൗഡർ എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ എത്രയൊക്കെ എളുപ്പമാണ്, എത്രയൊക്കെ എളുപ്പമല്ല എന്ന് കാണിക്കാനാണ്. എത്ര പേര് ഇതൊക്കെ കാണുമെന്നോ, ഈ വീഡിയോയൊക്കെ എത്ര പേര് കാണുമെന്നോ എനിക്കറിയില്ല. കാണുന്നവർ കാണട്ടെ അല്ലേ. ഇനിയിപ്പോൾ നമ്മളിപ്പം എല്ലാവർക്കും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുത്തി കാണിക്കാൻ പറ്റുമോ? ഇല്ലേ. എല്ലാവരും പറയില്ലേ അവരവർക്ക് വേണ്ടി ജീവിക്കണമെന്ന്. ഞാനിപ്പോൾ കണ്ണാടി നോക്കണോ ക്യാമറയിൽ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എൻ്റെ മുടിയിലൊക്കെ വെച്ച് തേച്ച് കേട്ടോ, അങ്ങനെ ശരിയാക്കാം. എനിക്ക് പോളിയോ വന്ന സമയത്ത് എൻ്റെ എല്ലാം അങ്ങ് തളർന്നുപോയി, മൊത്തത്തിൽ തളർന്നുപോയായിരുന്നേ. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കൈയൊന്നും പൊങ്ങൂലായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ ഔട്ടം തിരുനാൾ SIT ഉണ്ടല്ലോ, SIT കുട്ടികളുടെ ആശുപത്രി, അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നേ. അവിടെ കിടന്നപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇതിലൊരു സംഭവം വരുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അയ്യോ എനിക്ക് പിന്നെ മോദകം വേണേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ അവിടെ കിടന്ന് വിളിച്ചിട്ട് ഞാൻ പിന്നെ ഇടത് കൈയെടുത്ത് പൊക്കിയപ്പോൾ എന്താണ്, ഞാനൊരു ഇടത് കൈ കൊണ്ട് എല്ലാം ചെയ്യുന്ന ഒരാളായിട്ട് മാറി. വലത് കൈ എനിക്ക് പൊക്കാൻ പറ്റിയതുമില്ല. ആ കൈ ഞാൻ അപ്പോൾ എടുത്ത് പൊക്കിയതാണ് കേട്ടോ. വൈദ്യശാസ്ത്രപരമായിട്ട്
പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കൈയിട്ട് അപ്പോൾ പൊക്കിയത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് കാലെടുത്ത് പൊക്കാൻ തോന്നിയില്ല. സത്യം പറയാം, ഈ നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഭീകരാവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു. ഇനി ലാസ്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാനിനി ഒരുക്കി തീർന്നിട്ട് ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കുറേ ആവും. അപ്പോൾ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. മേക്കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ കമ്മലിട്ടിട്ടില്ല, ഗ്ലാസ് ഒരു കണ്ണട വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ മേക്കപ്പ്. എൻ്റെ കളർ ചെയ്തതൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയുള്ള ഒരു കുന്തവും തേക്കുന്നില്ല. ക്രീം, പൗഡർ, ക്രീം, ഐബ്രോ, ലിപ്സ്റ്റിക്ക് എനിക്ക് നിർബന്ധമാണ്. ഞാനിങ്ങനെ ഡാസറിൻ്റെ ഞാൻ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതാണ്. ഇങ്ങനെ അതിന് കട്ടിക്കിടും. എനിക്ക് കട്ടിക്ക് വെച്ചേക്കുന്നത് ഇഷ്ടമല്ല. കട്ടിക്കിടും. ഇട്ടിട്ട് ഞാൻ എത്തുന്ന സ്ഥലമാകുമ്പോൾ ഞാൻ മറ്റേ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി കുറേ കളയും. അതാണ് എൻ്റെ ഒരു രീതി. ഇനി ഗ്ലാസും കൂടെ വെച്ചിട്ട് വയ്ക്കുമ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. പിന്നെ ഷോൾ ഇടണം, അത്രയേ ഉള്ളൂ. കമ്മലി ഇടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഗ്ലാസ്സിൻ്റെ എടുത്തില്ലോ. അപ്പോൾ ഇനി കമ്മലും കൂടെ എടുത്തിരുന്ന പണിയേ ഉള്ളൂ. കമ്മലൊരു കൊച്ചു കമ്മലാണ് ഇത് ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ പൊട്ടിടണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാൻ നോക്കട്ടെ ശരിയായോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെ? അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോയാണ്. ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി ഞാൻ പോയി വരുന്ന വീഡിയോ വേറെ ഇടാം. ഇത് ഇത്രയും വീഡിയോയിൽ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ ലുക്ക്, ഔട്ട്ഫിറ്റ്. ഇതാണ് കണ്ടോ, ഇത്രയാണ് മേക്കപ്പ്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലുക്ക് കണ്ടോ, ഇതാണ്. ഇഷ്ടമായാൽ പറയണം. ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ, ആ രീതിയിൽ തന്നെ ഞാൻ പറയും, ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ, പണ്ടെല്ലാം ഒരുങ്ങുമ്പോൾ ആൾക്കാർ പറയും, ഒരുങ്ങുമ്പോൾ എന്തായാലും കാത് കുത്തുമ്പോൾ വരെ പറയും കാത് കുത്തിയിട്ട് ഇപ്പോൾ എന്തോത്തിന് എന്ന രീതിയിൽ സംസാരിക്കും. എല്ലാവരും പറയുന്നത്, അന്ന് എല്ലാവരും പറയുമല്ലോ, പണ്ടൊക്കെ കല്യാണം കഴിക്കത്തില്ലല്ലോ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ. കല്യാണം കഴിക്കും ഒതുക്കിപ്പോയവരല്ലേ, അവർക്ക് ഒന്നിനും പറ്റില്ലെന്ന് പറയുന്നവരല്ലേ. അന്ന് പറയും കല്യാണം കഴിക്കാത്ത കൊച്ചിന് എന്തിന് കാത് കുത്തുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ജീവിച്ച ഒരാളാണ്, വളർന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അന്ന് മുതൽ മേക്കപ്പ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള മേക്കപ്പ്, നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ശീലിച്ചിരിക്കുന്നത്. ഞാൻ മരിക്കും വരെ, എൻ്റെ മനസ്സിന് സന്തോഷമുള്ള സമയം വരെ, എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യും, എൻ്റെ രീതി കേട്ടോ. അപ്പോൾ ഇതാണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.